നടനം വേണുലയം. അതിൽ ആ ചടങ്ങിൽ നെടുമുടി വേണുവിനെ ആദരിക്കുകയായിരുന്നു. ചലച്ചിത്ര ലോകത്ത് 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മികച്ച നടനായിട്ട് അങ്ങനെ നെടുമുടി വേണുവിനെ ആദരിച്ച ചടങ്ങില് രസകരമായിട്ടുള്ള നിമിഷങ്ങളാണോ എന്ന് കേട്ടു നോക്കിയാലോ? അത് കേട്ടു നോക്ക്. ഞാനും ഒരു പാട്ടുകാരനാണെന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. അത് ശരിയാണ്. ശ്രീനിവാസൻ പറയുന്ന ഓരോരോ സത്യങ്ങൾ നമുക്ക് ഇപ്പോഴാണല്ലോ അറിയാൻ പറ്റുന്നത്. ബാക്കി കാണാട്ടാ. ഞാൻ ആരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. രഹസ്യമായിട്ടാണ് എൻ്റെ പാട്ട് മുഴുവനും ഞാൻ പാടിയിരുന്നത്. രഹസ്യമായിട്ടാണ് ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ പാടിയിരുന്നത്. അപ്പൊ ഈ നെടുമുടി വേണുവിനോട് ഇത് പറയാൻ കാരണം, ഇത്ര ജനങ്ങൾക്ക് മുമ്പിലായിട്ട് ഇങ്ങനെ ശ്രീനിവാസൻ ഇത് പറയാൻ കാരണം, നെടുമുടി വേണുവിനോട് കുറെ കാലങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ ഒരു കാര്യം അപേക്ഷിച്ചിരുന്നു. അതായത്, എനിക്ക് പാട്ടുകളെ കുറിച്ച് അഗാധമായ പാണ്ഡിത്യമില്ല, അപ്പൊ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ അറിയാവുന്ന ഒരാളെ ഞാൻ തേടി പിടിച്ചപ്പോൾ അത് നെടുമുടി വേണുവാണ് പുള്ളി കണ്ടെത്തിയത്. അപ്പൊ നെടുമുടി വേണുവിനെ തൻ്റെ മാനസ ഗുരുവായിട്ട് സ്വീകരിക്കാനായിട്ട് പുള്ളിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെടുമുടി വേണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മാനസ ഗുരുവായിട്ട് അങ്ങ് നിലനിൽക്കണം എന്ന് പറഞ്ഞു. അതായിട്ട് വരണം, അതായത് ഉപദേശങ്ങൾ തന്ന് എന്നെ ഉയർത്തണം, മാനസ ഗുരുവാണ്, എൻ്റെ മാനസ ഗുരുവാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നെടുമുടി വേണു വന്നിട്ട് ഒരു പാടാൻ പറ്റിയ എളുപ്പമുള്ള ഒരു പാട്ട് ശ്രീനിവാസന്റെ അടുത്ത് പാടാൻ പറഞ്ഞു. ആ കാര്യമാണ് ഇപ്പൊ പറയുന്നത്, കേട്ടോ. ഏറ്റവും നന്നായി എനിക്ക് പാടാൻ കഴിയുന്ന ഒരു പാട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് പാടി തീർന്നു കഴിഞ്ഞപ്പോ നെടുമുടി വേണു പറഞ്ഞ കാര്യം കൂടി പറയണ്ടിട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല, എന്തു തോന്നുന്നു? ഇനി ആ തോന്നലിന്റെ കാര്യം കൂടി പറയണ്ട്. എനിക്ക് പലതും തോന്നുന്നുണ്ട്, ചേടാ, പക്ഷേ അത് മുഴുവൻ ഞാനിപ്പോ പറയുന്നില്ല. അത് പറഞ്ഞത് നെടുമുടി വേണു ഉണ്ടാ. നെടുമുടി വേണു അരികിൽ നിൽക്കുന്നുണ്ട്. ബാക്കി കേൾക്കാം നമുക്ക്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഈ അക്രമം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. അപ്പൊ ഈ അക്രമം ഇവിടെ വെച്ച് നിർത്തിക്കോന്ന് മാനസഗുരു പറഞ്ഞപ്പോ തന്നെ ശ്രീനിവാസൻ ആകെ ഒരു ഇതായി എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതിനുശേഷം ശ്രീനിവാസൻ ഒരു ഗൾഫ് ഷോക്ക് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഉള്ളവരൊക്കെ ഒരു പാട്ട് പാടാനായിട്ട് ശ്രീനിവാസനോട് ആവശ്യപ്പെട്ടു. ആ കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ മൈക്കിന്റെ അടുത്തേക്ക് ചെന്നു, മൊരടനയ്ക്ക് ശബ്ദം ഒന്ന് ശരിയാക്കാനായിട്ട്. ബാക്കി കേൾക്കാം. പാടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഹാർമോണിയം വായിക്കുന്ന ആൾ കുറച്ച് ദൂരത്ത് എന്നോട് ചോദിച്ചു, ചേട്ടാ ഏതാ കട്ട? ഞാൻ പറഞ്ഞു, ഹാർമോണിയത്തിൽ കുറെ കട്ട ഉണ്ടല്ലോ, ഞാൻ പാടി തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു കട്ടയിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതൊരു സംഭവമായി പോയല്ലേ. അത് അടിപൊളിയിട്ടാ, ശ്രീനിവാസന് സമ്മതിക്കണം. അങ്ങനെ ഞാനൊരു പാട്ട് കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ഭയങ്കര കയ്യടിയായിരുന്നു. ഇതും ചരിത്ര വസ്തുതയാണ്. അതൊക്കെ ശ്രീനിവാസന്റെ ഓരോ പദപ്രയോഗങ്ങളാണ്, കണ്ടില്ലേ? അത് അടിപൊളി. ആ തിരക്കഥയിൽ നമ്മൾ പല ചിത്രത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ബാക്കി കാണാം നമുക്ക്. അങ്ങനെ പിറ്റേ ദിവസം എനിക്കവിടെ ഭയങ്കര പേരായി. കാരണം ഒരു പാട്ട് പാടിയപ്പോഴേക്കും അടിപൊളിയായി. കാരണം മാനസഗുരു അന്ന് പറഞ്ഞത് ഈ അക്രമം ഇവിടെ അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്. ഏത് മാനസഗുരു? നെടുമുടി വേണു. പക്ഷെ അതിനുശേഷം ഒരു പാട്ട് പാടിയപ്പോ ഭയങ്കര വൈറലായി എന്നാണ് ഇപ്പൊ പറയണത്. ശ്രീനിവാസന്റെ പാട്ട് ഒരു പ്രധാന ഐറ്റമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ മാനസഗുരുവിനെ ഞാൻ പിടിച്ച് പുറത്താക്കി മനസ്സിൽ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ അടുത്തടുത്ത പരിപാടികളിലൊക്കെ അവിടുത്തെ സംഘാടക സമിതിക്കാർ പറഞ്ഞ് ശ്രീനിവാസന്റെ പാട്ട് ഓരോരോ സ്ഥലങ്ങളിൽ അവരുടെ പ്രധാന ഐറ്റമായിട്ട് അവതരിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീനിവാസൻ മാനസഗുരു അന്ന് പറഞ്ഞില്ല, അക്രമം അവസാനിപ്പിക്കണം, ഈ പാട്ടെന്നുള്ള അക്രമം നിർത്തണമെന്നൊക്കെ പറഞ്ഞില്ലേ. അതോടുകൂടി ആ മാനസഗുരുവിനെ ചവിട്ടി പുറത്താക്കി എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ബാക്കി നമുക്ക് കാണാട്ടാ. അങ്ങനെ ഖത്തറില് പ്രധാന ഐറ്റമായിട്ട് എന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പാട്ട് തുടങ്ങി. അടുത്ത പരിപാടിക്ക് പിന്നെ പാടി. അതാണ് പറയണത്. ഇപ്പൊ തുടക്കത്തിൽ തന്നെ താളം പോയി, ശ്രുതി പോയി, എല്ലാം പോയി. അവിടുന്ന് കിട്ടിയ കൂവല്, അന്ന് മാനസഗുരുവിനെ വീണ്ടും ഞാൻ മനസ്സിലേക്ക് എത്തി. ഗുരു പറഞ്ഞതാണ് ശരി. ആ പറഞ്ഞതിന്റെ സംഭവം കണ്ടില്ല? അതായത് വീണ്ടും മാനസഗുരുവിനെ ഹൃദയത്തിൽ അങ്ങോട്ട് മനസ്സിലേറ്റി. മാനസഗുരു പറഞ്ഞതാണ് ശരി. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ നിന്നെ കൈവിടില്ല എന്നും കൂടി ഉണ്ട് അതിന്റെ ഒരു ബലമായിട്ടുള്ള വാക്ക്. ബാക്കി നമുക്ക് കാണാട്ടാ. ഇന്ന് വരെ ഞാൻ പിന്നീട് പാടിയിട്ടില്ല. വലിയൊരു പാഠമാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് വരെ ഞാൻ അതിനുശേഷം പാടിയിട്ടില്ല. വലിയ പാഠമായി പോയിന്ന്.
സത്യത്തിൽ ശ്രീനിവാസൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഒരു എന്താ സത്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും അതിൻ്റെ തമാശ കലർത്തി പറയുമ്പോൾ നമുക്കത് എന്താ ചിലപ്പോൾ വേറൊരാൾക്കൊന്ന് ചിന്തിച്ച് നോക്കും. ഒരാളുടെ അടുത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അയാളുടെ അടുത്ത് കൂവി അയാൾ തോപ്പിച്ച് വിട്ടുമെന്ന് വെച്ചോ സ്റ്റേജിൽ നിന്ന്, അയാൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ ശ്രീനിവാസൻ അത്തരത്തിലുള്ള ഒരാളല്ല. കാരണം അത് എത്ര നിഷ്കളങ്കവും കോമഡിയോടുകൂടി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമോ അതാണ് ആ മനുഷ്യന്റെ വിജയം. അപ്പൊ നമ്മുടെ നടന വിസ്മയം ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീനിവാസൻ ഈ നമ്മുടെ വേണുചേട്ടനെ, നെടുമുടി വേണുചേട്ടനെ ആദരിക്കുന്ന ചടങ്ങിൽ വേറൊരു വേണുചേട്ടനെ വിശേഷിപ്പിക്കാനായിട്ട് ഒരു പദപ്രയോഗം കൂടി നടത്തിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. അഭിനയത്തിന്റെ കൊടുമുടി എന്ന് പറയുന്നത് പൊന്മുടിയിലുള്ള കൊടുമുടിയല്ല. കേട്ടില്ലേ? നെടുമുടി വേണു എന്ന് പറഞ്ഞത് ഒരു കൊടുമുടിയാണ്, അഭിനയത്തിന്റെ കൊടുമുടി. ബാക്കി നമുക്ക് കാണാട്ടാ. ഹിമാലയത്തിലെ കൊടുമുടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ അത് കൂടുതലാണെന്ന് തോന്നും. അതുകൊണ്ട് ഹിമാലയത്തിൻ്റെ അധികം താഴെയല്ലാത്ത രീതിയിലുള്ള കാഞ്ചൻജംഗ, അഭിനയത്തിൻ്റെ കാഞ്ചൻജംഗ കൊടുമുടിയാണ്. എല്ലാ ആശംസകളും നേരുന്നു. അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇതാണ് നമ്മുടെ ശ്രീനിവാസന്റെ നർമ്മം കലർന്നുള്ള സംസാരവും ആ നർമ്മത്തിനിടയിൽ പറയുന്ന ഓരോരോ സംഭാഷണങ്ങൾക്കും എത്ര മധുരമാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ആ നടന്റെ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് ഏവരും കാത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ഓക്കെ, ടാറ്റ, ബൈ ബൈ.